നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കഴിക്കാറായി, എടുത്തു വെക്കട്ടെ എല്ലാവർക്കും. പുതുപ്പെണ്ണിനും അമ്മായിക്കും കൊടുക്കു പൊന്നി, ഊട്ടി നിറയ്ക്കട്ട്. രാഘവേട്ട, പലതും പറയാനുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയണം, ഇവളെ കുറിച്ച് വേണ്ട. എന്താ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടല്ല? തീർച്ചയായും. ഇത്രയും വാല്യുബിളായ ആഭരണങ്ങൾ ഞാൻ ആദ്യമായിട്ടാ ഒരുമിച്ച് കാണുന്നത് തന്നെ. ആണോ? എന്നാൽ ഇനി കാണല് മാത്രല്ല, ഇത് മുഴുവൻ മോൾക്ക് തരാനുള്ളതാ. എനിക്കോ? അതെ, തീർച്ചയായും. എന്റെ മോളാണെന്ന് പറഞ്ഞ എന്റെ വിഷ്ണുവിന്റെ പെണ്ണാണെന്ന് അർത്ഥം. ഇവിടെ അതിപ്പോ നീയാണല്ലോ. അതുകൊണ്ട് നിനക്ക് ഞാൻ തരും എന്റെ സമ്പത്ത് മുഴുവനും. മോളി, ഈ മാല കണ്ടോ? കൂട്ടത്തിൽ ചെറുതായി തോന്നും, പക്ഷെ ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഇതിനാ. രാഘവേട്ടനെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് തന്ന മാല ഇത്. പരമ്പരയായി അവരുടെ കുടുംബത്തിൽ വന്നു കയറുന്ന മൂത്ത മരുമകൾക്ക് കൊടുക്കുന്ന കുടുംബ സ്വത്ത്. കുടുംബത്തിന്റെ ഒരു സ്ഥാനചിഹ്നം പോലെയാ ഇത്. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ഇതു മാത്രം വിൽക്കോ പണയം വെക്കോ ചെയ്യരുതെന്ന് പറഞ്ഞ അമ്മയെ തന്നെ ഏൽപ്പിച്ചത്. ഞങ്ങളെ ജീവിച്ചു തുടങ്ങിയ സമയത്ത് 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലെടുക്കാനില്ലാത്ത കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ തൊട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് സ്വർണ്ണമൊന്നുമല്ല, കുടുംബത്തിന്റെ അഭിമാനം. അത് പണയം വെക്കാനോ വിൽക്കാനോ പാടില്ലല്ലോ. പിന്നെ ഈ ബാക്കിയൊക്കെ രാഘവേട്ടൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചതാ, പിന്നെ ഞാൻ പെരുപ്പിച്ചതും. ഇനി മുതല് മോൾ ഇതണിയണം. എന്നാ പിടിക്ക്. അല്ലമ്മേ, ഞാൻ എന്റെ വിഷ്ണുവിന്റെ പെണ്ണ് നീയല്ലേ, അപ്പൊ മോൾക്ക് അവകാശപ്പെട്ടതാ ഇത്. നോക്ക്, എത്ര നല്ല ഡിസൈനാണെന്ന്. ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല. ഇടിവെട്ടിനും പേമാരിക്കും ഒക്കെ സമയമായി. അയ്യോ, വേണ്ട സത്യമേ, ഞാനിത് അണിയുന്നില്ല. അണിയുന്നില്ലേ? അതെന്തു പറ്റി? അല്ല, അത് പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതല്ലേ, പിന്നെന്താ? അല്ല, അതല്ല സത്യമേ, ഇവിടെ വെച്ച് സത്യമ്മ പറഞ്ഞ കല്യാണം. ഓ, അത് കഴിഞ്ഞു മതിയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നിനക്കുള്ളതാ. ഇപ്പൊ നീ ഇതൊന്നണിയ, ഞാനത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അയ്യോ സത്യമേ, ഞാനും കുന്തോന്നുമില്ല. ഇതങ്ങോട്ട് അണിയ പെണ്ണേ. ഞാനൊന്ന് കാണട്ടെ എന്റെ മരുമോളുടെ ചന്തം കൂടുന്നുണ്ടോന്ന്. ഇപ്പഴാ ശരിക്കും നീ എന്റെ മരുമകളായത്. നീ പേടിക്കണ്ട. നിനക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കോ ഒരു അപകടം ഉണ്ടാവില്ല. ആരുടെയും കുടുംബം തകരില്ല. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്.
അമ്മേ അമ്മേ സത്യന് എപ്പോഴാ വരിക? ആ പറയമ്മേ, സത്യന് എപ്പോഴാ വരുന്നതെന്ന്. അമ്മയോടാ ചോദിച്ചത്, സത്യന് എപ്പോഴാ വരുന്നതെന്ന്. ഒന്ന് പോകുന്നുണ്ടോ നീ? സത്യം വരില്ല, സത്യയുടെ അമ്മയും വരില്ല. ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കാനും പോകുന്നില്ല. നാശത്തിലേക്കാ എല്ലാവരുടെയും പോക്ക്. അമ്മേ ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഒരല്പനേരം സ്വൈര്യം തരൂ നീ. മോളിങ് വന്നേ. അങ്കിള് മോള് വാ. മോളെ അങ്കിള് ട്യൂഷൻ ഉണ്ട് വിടാം. മോള് പോയി ബാഗ് എടുത്തോണ്ട് വാ. ചെല്ല്. ഇല്ല ചേട്ടാ, ഞാൻ മനസ്സിലായി കുഞ്ഞെ, ഒന്നും പറയണ്ട. ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരോ തീക്കടലാ ഇവിടെ. കുഞ്ഞുങ്ങൾക്കത് അറിയില്ലല്ലോ. പപ്പി മോളെ ഞാൻ ട്യൂഷന് കൊണ്ടുപോയി ഇരുത്താം. സമപ്രായക്കാരുടെ കൂടെ കുറച്ചു നേരം കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോ അവൾ സത്യം പോയ സങ്കടം അങ്ങ് മറന്നോളും. ആ അപ്പൊ നോക്ക് പോവാ. നോക്കിക്കോ, അമ്മയോട് ഞാൻ ഇനി മിണ്ടില്ല. വാ. സർ വെള്ളം. ദേ രാഘവേട്ട, രാഘവേട്ട, ഈ മാല എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്കിളെ, ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ, മോള് വാ. പപ്പി മോളെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വരാം. ആ കൊണ്ടുപോ. കുഞ്ഞിനെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ കുറെ നേരം. പിള്ളച്ചേട്ടാ, കഴിച്ചിട്ട് പോയാലോ? ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ആ മോക്ക് കൊടുത്തതല്ലേ? ആ, അവള് കഴിച്ചു. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ടാറ്റാ. ആ വാ മോളെ. കഴിക്കാറായി, എടുത്തു വെക്കട്ടെ എല്ലാവർക്കും. പുതുപ്പെണ്ണിനും അമ്മായിപ്പിക്കും കൊടുക്ക് പൊന്നി. ഊട്ടി നിറയ്ക്കട്ട്. ദേ രാഘവേട്ട, വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയണം. ദേ ഇവളെ കുറിച്ച് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.